നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനം വന്നു. 11 ദിവസത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഒരുപാട് അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും വിരാമമിട്ടുകൊണ്ട് ഇന്ന് ഡൽഹിയിൽ ദീപാദാസ് മുൻഷി ഇപ്പോൾ ഈ കഴിഞ്ഞ നിമിഷം വി.ഡി. സതീശനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു വലിയ ആശങ്കകൾക്കാണ് അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾക്കാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. എവിടെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി, എവിടെയാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി, എവിടെയാണ് UDFൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യവുമായി നിയുക്ത എം എൽ എമാർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും തെരുവിലിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അവർ പ്രതിസന്ധിയിലാഴുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ഇവിടെ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയരുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം കേരളം അടക്കിവാണ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണ തേർവാഴ്ചയ്ക്ക് അവസാനം വരുത്തിയ നേതാവെന്ന രീതിയിൽ വി.ഡി. സതീശൻ ഈ വിജയം അർഹിക്കുന്ന ആൾ തന്നെയാണ്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ക്രൈം ഓൺലൈൻ്റെ അഭിവാദ്യങ്ങൾ. ഇവിടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാതിരിക്കുവാൻ വേണ്ടി കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പല രീതിയിലുള്ള വടംവലികളും ഉണ്ടായിരുന്നു. AICCക്ക്, അതായത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് കേരളത്തിലെ ഭരണസാരഥി ആരായിരിക്കണം എന്നുള്ള കാര്യത്തിന് കൃത്യമായൊരു തീരുമാനമെടുക്കാതെ അവരെ വട്ടം കറക്കിയത് 11 ദിവസം തന്നെയാണ്. അതിൽ AICCയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കേരളത്തിലെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുകയാണെങ്കിൽ അത് കേരളത്തിൽ കോൺഗ്രസിന്റെ അന്ത്യം കുറിക്കുന്ന നടപടിയായിരിക്കും എന്നുള്ളത് അവസാന വട്ട ചർച്ചയിൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ മുൻ കേന്ദ്രമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായ കോൺഗ്രസിന്റെ വർക്കിംഗ് ഉപദേശക സമിതി അംഗം കൂടിയായ A.K. ആന്റണിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കേരളത്തിലെ മുതിർന്ന നേതാവായ വി.ഡി. സതീശനും കേരളം ലീഡർ എന്ന് ആദരവോടുകൂടി അഭിസംബോധന ചെയ്തിരുന്ന K. കരുണാകരനും K. മുരളീധരനും VM സുധീരനുമെല്ലാം കൃത്യമായ രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചതിനെ തുടർന്നാണ് വി.ഡി. സതീശനിലേക്ക് മുഖ്യമന്ത്രി പദം എത്തിച്ചേർന്നത് എന്നുള്ളതിന് യാതൊരു തരത്തിലും സംശയമില്ല. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനകൾ നടത്തി ആരെ മുഖ്യമന്ത്രിയാക്കും, ആരെ തെരഞ്ഞെടുക്കും എന്നുള്ള ആശങ്കകളെ ആയിരുന്നില്ല ഹൈക്കമാൻഡിനുണ്ടായിരുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട 102 പേരിൽ നിന്നൊരു നിയമസഭാ കക്ഷി നേതാവിനെ കണ്ടെത്താൻ പറ്റാതിരുന്നതാണ് ഹൈക്കമാൻഡ് ഇതുവരെയും ഇരുളിൽ തപ്പിയത്. അതിൻ്റെ പ്രധാന കാരണക്കാരൻ KC വേണുഗോപാലാണ് എന്നുള്ളതാണ് ഇതുവരെയും പുറത്തു വരുന്ന ചിത്രം. എന്തായാലും രാഹുൽ ഗാന്ധി തിരുത്തിയിരിക്കുന്നു. നേരായ നേരത്ത് ശരിയായ തീരുമാനമെടുത്തിരിക്കുന്നു. കേരളത്തിൽ കോൺഗ്രസിനെ രക്ഷിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയിലും കോൺഗ്രസിന് പുതിയൊരു മുഖം പകരുന്ന തരത്തിലേക്കുള്ള നടപടിയാണ് ഈ പ്രവൃത്തിയിലൂടെ വന്നു ചേർന്നിരിക്കുന്നത്. വി.ഡി. സതീശന് മുഖ്യമന്ത്രി എന്ന രീതിയിൽ എല്ലാ ഭാവുകങ്ങളും നേരുന്നതോടൊപ്പം തന്നെ കൃത്യമായും താങ്കളുടെ ഉള്ളിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നത് പോലെ മുഖ്യമന്ത്രിക്കുള്ളിലും ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കണം. കേരളം പ്രതീക്ഷിച്ച മുഖ്യമന്ത്രിയാകാൻ അങ്ങേക്ക് സാധിക്കണം. കഴിഞ്ഞ 10 വർഷക്കാലം ഇരുണ്ട യുഗമായി കേരളം പ്രതീക്ഷിക്കുന്ന മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ഉയരും എന്നാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ. താങ്കൾ നൽകിയൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം, താങ്കൾ മുഖ്യമന്ത്രിയായാൽ ആ മുഖ്യമന്ത്രിക്കുള്ളിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കണം പറഞ്ഞതാണ് ഞാൻ ഏറ്റവും സ്വീകാര്യമായിട്ടെടുക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിലും മുന്നണിയിലും ഉണ്ടായ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, ഇവിടെ ഒത്തിരി മുഖ്യമന്ത്രിയെ സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയറിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അവിശ്വസനീയമായ ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. ഇതിനാര് കാരണം നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യല്ല. പക്ഷേ ഉർവശി ശാവ് ഉപകാരമായി. കേരളത്തിൽ ഒരുപക്ഷെ രണ്ടാമത്തെ അനുഭവം എന്ന് പറയാൻ പറ്റും. ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് VS അച്യുതാനന്ദനെ സീറ്റ് നിഷേധിച്ചപ്പോൾ കാസർഗോഡെയും കണ്ണൂരെയും ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്നും VS അനുകൂല മുദ്രാവാക്യങ്ങൾ തുടങ്ങി ആ VSനെ മുഖ്യമന്ത്രിയായി സെക്രട്ടേറിയറ്റിൽ എത്തിച്ച ഒരു പാരമ്പര്യം കേരളത്തിനുണ്ട്. പോളിറ്റ് ബ്യൂറോയിൽ തിരുത്തേണ്ടി വന്നു. പോളിറ്റ് ബ്യൂറോയ്ക്ക് വരെ തെറ്റിദ്ധരുത്തേണ്ടി വന്നു. ഇവിടെ ഹൈക്കമാൻഡിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ അതുപോലെ തന്നെ ചില നീക്കങ്ങൾ നടത്തിയപ്പോൾ ആ നീക്കങ്ങൾക്കൊപ്പം
കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുറേ MLA-മാരും കൂടെ മുന്നിൽ വന്നപ്പോൾ ഉറപ്പായും തീരുമാനിച്ചു കേരളത്തിലെ ജനഹിതം അട്ടിമറിക്കപ്പെടാൻ പോകുന്നു. ആ അട്ടിമറിക്ക് നേതൃത്വം നൽകുന്നത് ഹൈക്കമാൻഡാണെന്നുള്ള ധാരണയും ഉണ്ടായി. പക്ഷേ ഇത്രയും കാലം തർക്കം വന്നതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ മഹത്വമാണ് കാണിക്കുന്നത്. കോൺഗ്രസ് ജനങ്ങളുടെ താല്പര്യത്തിനൊപ്പം കോൺഗ്രസ് നിൽക്കും. അതാണ് വളരെ വ്യക്തമായി. എന്തെല്ലാം താമസിച്ചാലും, എത്ര സന്ധ്യയായാലും, എത്ര ഇരുട്ടായാലും, എത്ര രാത്രിയായാലും ജനങ്ങളുടെ താല്പര്യത്തിനൊപ്പം കോൺഗ്രസ് നിൽക്കും, ഇത്തിരി വൈകിയാണെങ്കിൽ പോലും എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. അത് തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. അതായത് ജനാധിപത്യത്തിൽ മേലാളന്മാർ ജനങ്ങൾ തന്നെയാണ്. ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന, ജനങ്ങളുടെ വിശ്വാസപ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കന്മാർ ഒരു കാരണവശാലും ജനങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ അവരെ വഞ്ചിക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനമായി പോകാൻ പാടില്ല. അങ്ങനെ ആ രീതിയിലുള്ള ഏതെങ്കിലും അഭ്യൂഹങ്ങൾ പുറത്തു വരികയാണെങ്കിൽ ജനം സംഘടിക്കും, തെരുവിലിറങ്ങും. അത് ജനത്തിൻ്റെ പിന്തുണ കാണിച്ചുകൊണ്ട് ജനകീയ സമരങ്ങളിലൂടെ അനർഹമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും പാടില്ല. അധികാരത്തിൻ്റെ ഏത് ദന്തഗോപുരങ്ങളും തകർത്തുകൊണ്ട് മുന്നേറാൻ ശക്തിയുള്ള ഒരേ ഒരു ശക്തിയാണ് ജനപ്രവാഹം, ജനഹിതം മാനിക്കാതെ ജനാധിപത്യത്തിന് സൗന്ദര്യമുണ്ടാകില്ല. ജനാധിപത്യ വിശ്വാസികളായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളും. ഇവിടെ VD സതീശന് പ്രതികൂലമായി ആരെങ്കിലും കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടതും ഇത് തന്നെയാണ്. ജനാധിപത്യപരമായ മര്യാദ കാത്തു സൂക്ഷിക്കാനും ജനങ്ങളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാനും ജനാധിപത്യപരമായി പെരുമാറാനും ഇവർ തയ്യാറാവണം. ഏതെങ്കിലും വ്യക്തികളുടെയോ സംഘടനകളുടെയോ താല്പര്യങ്ങൾക്ക് വശംബദ്ധരായി പെരുമാറാൻ പാടില്ല എന്നും ആരോടും പ്രീതിയോ അപ്രീതിയോ കാണിക്കാൻ പാടില്ല എന്നുള്ള ഭരണഘടനാപരമായ തത്വങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആർക്കെങ്കിലും വേണ്ടി ഞങ്ങൾ കൈപൊക്കും എന്നുള്ള തരത്തിലേക്ക് ജനാധിപത്യപരമായി ചിന്തിക്കാതെ ജനപ്രതിനിധികൾ മാറുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിക്ക് കാരണമാകും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇതിനു മുമ്പ് നാം കണ്ട VD സതീശന് അനുകൂലമായി കണ്ട പ്രചരണ പരിപാടികളെല്ലാം. അത് അക്ഷരാർത്ഥത്തിൽ വൻ പ്രതിഷേധമായി കേരളത്തിൽ പടരുമായിരുന്നു. ഹൈക്കമാൻഡ് അത് മനസ്സിലാക്കി. ഇത് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉയർത്തി അധികാരം കൈപ്പറ്റാനുള്ള തന്ത്രമായിരുന്നില്ല എന്നുള്ള ഗ്രൗണ്ട് റിയാലിറ്റി ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി VM സുധീരനും AK ആന്റണിയും മുസ്ലിം ലീഗും എല്ലാം വേണ്ടി വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇത് ഒന്നുകൂടിയുണ്ട്. കോൺഗ്രസിൽ തന്നെ ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളെ തള്ളിക്കളഞ്ഞതിൻ്റെ നെഗറ്റീവ് ഫലമുണ്ട്. ഇപ്പം ഇന്ദിരാഗാന്ധി കോൺഗ്രസിലെ ഉയർന്ന നേതാക്കന്മാരുമായി നിജലിംഗപ്പ, കാമരാജ് തുടങ്ങിയ നേതാക്കന്മാർ, അതുല്യ ഘോഷ, SK പട്ടേൽ തുടങ്ങിയ നേതാക്കന്മാരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഉള്ള ശ്രമം നടക്കുന്നു. ഇന്ദിരാഗാന്ധി തിരിച്ചടിക്കുന്നു. ഇന്ദിരാഗാന്ധിക്ക് അന്ന് തിരിച്ചടിക്കുമ്പോൾ കൈവശം ഉണ്ടായിരുന്ന ആയുധം കുറച്ച് വിശ്വസ്തരായ ചന്ദ്രശേഖരനെ പോലുള്ള, മോഹൻദാരിയെ പോലുള്ള കുറേ MP-മാരും ബാക്കി സാധാരണ ജനങ്ങളുമായിരുന്നു. ഈ സാധാരണ ജനങ്ങളെ വെച്ച് ഇന്ദിരാഗാന്ധിയെ പോരാട്ടത്തിൻ്റെ ക്യാൻവാസ് എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനായിരുന്നു. സാധാരണക്കാരും മനുഷ്യർ മുഴുവൻ ഇന്ത്യക്ക് അനുകൂലമായി തെരുവിൽ വന്നു. ഞങ്ങൾ ഇന്ത്യ നിൽക്കും പക്ഷത്തെ കോൺഗ്രസ് ഉള്ളൂ കട്ടായം എന്ന് സതീശന് അനുകൂലമായ മുദ്രാവാക്യം വിളിക്കുമ്പോൾ 69 ആ മുദ്രാവാക്യമാണ് ഞങ്ങളുടെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നത്. ഇന്ത്യ നിൽക്കും പക്ഷത്തെ കോൺഗ്രസ് ഉള്ളൂ കട്ടായം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വിളിച്ചു. സതീശൻ നിൽക്കുന്ന പക്ഷത്തെ, കാരണം സതീശൻ ശരിയുടെ പക്ഷത്താണെന്നുള്ള ബോധ്യപ്പെട്ടാണ് പറഞ്ഞത്. ജനാധിപത്യപരമായ മര്യാദയുടെ പക്ഷത്ത് സതീശൻ നിൽക്കുന്ന പക്ഷത്തെ കോൺഗ്രസ് ഉള്ളൂ എന്ന് കേരളത്തിലെ ജനങ്ങൾ പരസ്യമായി വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങുന്ന സ്ഥിതി ഉണ്ടാകാതെ തടഞ്ഞത്, അല്ലെങ്കിൽ ആ മുദ്രാവാക്യം ബദിരകർണങ്ങളിലേക്കാണ് പതിച്ചിരുന്നതെങ്കിൽ കോൺഗ്രസ് ബംഗാളിൽ തകർന്നതുപോലെ, മഹാരാഷ്ട്രയിൽ തകർന്നതുപോലെ, ഉത്തർപ്രദേശിൽ തകർന്നതുപോലെ, ബീഹാറിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും തകർന്ന പോലെ കോൺഗ്രസ് കേരളത്തിൽ ഛിന്ന ഭിന്നമാകുമായിരുന്നു. കുറേ അസ്ഥികഷ്ണങ്ങൾ മാത്രമായി കോൺഗ്രസിനെ പെറുക്കെടുക്കേണ്ടി വന്നത്. അങ്ങനെ കോൺഗ്രസിനെ അസ്ഥികഷ്ണങ്ങൾ മാത്രമാക്കാൻ പ്രതിജ്ഞ ചെയ്ത ചില ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്
ഇപ്പോഴുമുണ്ട്, നാളെയും ഉണ്ടാവും. അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളതും സതീശൻ്റെ തന്നെ ഉത്തരവാദിത്തമായിട്ട് മാറും. അല്ല, അത് തന്നെയാണ്. കാരണം അധികാര സിംഹാസനത്തിന് വേണ്ടി ജനകീയ മൂല്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജനകീയ സ്വീകാര്യതയെ വിസ്മരിച്ചുകൊണ്ട് അധികാരം ഞങ്ങളിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടി ഞങ്ങൾ കൂട്ടുനിന്നാൽ ഞങ്ങൾക്കും അതിൻ്റെ അപകർഷണത്തിൻ്റെ ഒരു ഭാഗം കിട്ടും എന്ന് ധരിച്ച ആരെങ്കിലുമൊക്കെ അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി അതായത് അനവസരത്തിൽ അനർഹമായ അധികാരത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം തിരുത്താനുള്ള അവസരം തന്നെയാണ് സാറ് പറഞ്ഞതുപോലെ കേരളത്തിൽ, ഇന്ത്യ മഹാരാജ്യത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കേരളത്തിലൂടെ ഒരു പുനരുദ്ധാരണം സാധ്യമാവുകയാണെങ്കിൽ അത് വലിയ ഒരു ദിശാസൂചിക തന്നെ കോൺഗ്രസ് നൽകും. ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന രീതിയിലേക്ക് ഒരു കാലത്ത് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു കോൺഗ്രസ്സുകാർക്കിടയിൽ. അതുപോലെ തന്നെ ഇന്നിപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി വി ഡി സതീശനിലൂടെ അത് സാധിച്ചു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. വി ഡി സതീശൻ മാത്രമല്ല, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച, പോസ്റ്റർ ഒട്ടിച്ച, ബാനർ കെട്ടിയ, വോട്ട് ചെയ്ത നിരവധി അണികളും പ്രവർത്തകരും നേതാക്കളും എല്ലാം ഈ വിജയത്തിന്റെ ശില്പികൾ തന്നെയാണ്. എന്നാൽ നേരിൽ നിന്ന് നയിച്ച ആളെന്ന രീതിയിൽ വി ഡി സതീശനും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇവിടെ വിജയം വി ഡി സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ ടീം UDF-നാണ്. എന്നാൽ ഈ വിജയശില്പിയെ കാണാതെ ആരാണ് കളിക്കളത്തിൽ ഗോളടിച്ചത്, ആരാണ് വിജയത്തിൽ എത്തിച്ചത്, ആ ഗോളടിച്ച ആളെയും വിജയത്തിന്റെ ശില്പിയെയും മാറ്റി നിർത്തി മറ്റൊരാൾക്ക് കപ്പ് കൊടുക്കാൻ നടന്ന നീക്കത്തെ എന്തായാലും ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു, തിരുത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. കോൺഗ്രസിന് നൽകിയ വലിയൊരു സന്ദേശം തന്നെയാണ്. ഇനിയും വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ ഇരുണ്ട നാളുകൾ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണമായിരിക്കില്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് ജനം പ്രത്യാശിക്കുന്നത്. ആ രീതിയിലേക്ക് അദ്ദേഹത്തിന് ഉയരാൻ സാധിക്കട്ടെ. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം കേരളത്തെ കോൺഗ്രസിനെ നയിക്കുന്നത് പോലെ കേരളത്തിലെ ഓരോരോ പൗരനും നീതി ഉറപ്പാക്കുന്ന തരത്തിൽ, അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൊടിയുടെ നിറത്തിൻ്റെയും അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും എല്ലാം വ്യത്യാസങ്ങൾക്ക് ഉപരിയായി കേരള ജനതയുടെ കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കും ഉന്നമനത്തിനും വേണ്ടി ആയിരിക്കട്ടെ വി ഡി സതീശന്റെ ഭരണം. ഒരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ്. വി ഡി സതീശൻ്റെ ഭരണത്തിൻ്റെ ആ ഔന്നത്യത്തെ പോലെ വി ഡി സതീശന് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം ചെയ്യാൻ പറ്റില്ല, അത് കൃത്യമായി ജനങ്ങളോട് സത്യത്തിൽ ട്രാൻസ്പെറൻ്റായിട്ട് പെരുമാറുക, കള്ളത്തരമില്ലാതെ പെരുമാറുക. ഖജനാവിൽ പൈസ ഇല്ലെങ്കിലില്ല, ഉണ്ടെങ്കിലുണ്ട്. കൊടുത്ത വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ സതീശൻ നിർബന്ധിതനാകും. നാളെ പെൻഷൻ താമസിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും 2 സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ ആയിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ, ഇതെല്ലാം സതീശൻ്റെ പെടലേക്കുള്ള ആരോപണങ്ങളായി നാളെ മുതൽ വരാൻ കാത്തിരിക്കുന്നു. ഇടുത്തി പോലെ പെയ്യാൻ കാത്തിരിക്കുന്നു. അങ്ങനെയുള്ള കൂട്ട് കോൺഗ്രസിലും അത്തരം ആൾക്കാരുണ്ടാവും. രണ്ടാമതൊന്നുകൂടി കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഇത് നാളെ BJP ഗവൺമെൻറ്റും CPM കൂടെ ഒരുമിച്ചായിരിക്കും കോൺഗ്രസിനെ എതിർക്കാൻ പോകുന്നത്. അതിൽ BJPയെ സഹായിക്കുന്ന ഒരു കോൺഗ്രസിലുണ്ടാവും, CPM-നെ സഹായിക്കുന്ന ഒരു കോൺഗ്രസിലുണ്ടാവും. സതീശൻ കടന്ന് അവരുടെ ചവിട്ടേറ്റ് പൊളയുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇവരെയെല്ലാം നേരിടാനുള്ള ഉരുക്ക് പോലത്തെ ഒരു മനസ്സും ഇന്ദിരാഗാന്ധി കാണിച്ച പോലുള്ള ധാർഷ്ട്യമല്ല, ധിക്കാരമല്ല, ഇന്ദിരാഗാന്ധി ദൃഢനിശ്ചയം, രാഷ്ട്രീയ നിലപാടുകളുടെ ഒരു നട്ടെല്ല്, ചങ്കൂറ്റം, ദൃഢനിശ്ചയം അതുണ്ടെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാവി ശോഭനമാണ്, കേരളത്തിൻ്റെ ഭാവിയും ശോഭനമാണ്. വലിയ വെല്ലുവിളികൾ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ വി ഡി സതീശനെയും ടീമിനെയും കാത്തിരിക്കുന്നത്, യാതൊരു തർക്കമില്ല. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഭാവി പരിപാടികളും പദ്ധതികളും ആവിഷ്കരിച്ച് കേരള ജനതയ്ക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വി ഡി സതീശന് സാധിക്കട്ടെ എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി നിയുക്ത മുഖ്യമന്ത്രിക്കും ടീമിനും അഭിവാദ്യങ്ങൾ, ആശംസകൾ.